ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷനാണ്, തിമിരം ആണ്. അപ്പോൾ കഴിഞ്ഞ 10-ാം തീയതി ഞാനിവിടെ വന്നിരുന്നു ഹോസ്പിറ്റലിൽ. ഞാൻ ദൂരെ താമസിക്കുന്നത്. അമ്മ ഈ ഹോസ്പിറ്റലിൻ്റെ അടുന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരെ താമസിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞ് നേരത്തെ കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തിമിരം ആന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അമ്മ തന്നെ മാറ്റിവെച്ചു. കൊച്ചുമക്കളുടെ കല്യാണം, പിന്നെ ഓണം, ഞങ്ങളെല്ലാവരും വരും. അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചപ്പോൾ ഇപ്പോൾ കണ്ണിന് അമ്മയ്ക്കൊരു മങ്ങൽ ഉണ്ടായി. അപ്പോൾ തന്നെ ഉടനെ തന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോവുകയും അങ്ങനെ ഞാനും അറിഞ്ഞ ഉടനെ തന്നെ ഇനി വന്നു, അമ്മയുടെ അടുത്ത് വന്നു. അങ്ങനെ 10-ാം തീയതി മുതൽ ഇന്ന് അമ്മയുടെ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്നൊക്കെ ഒഴിക്കണമായിരുന്നു. അതുമാത്രമല്ല, അമ്മയ്ക്ക് ക്ഷീണമൊന്നും ഇല്ലായിരിക്കാൻ ഞാൻ ഡ്രിങ്ക്സും, അതായത് അനാറിൻ്റെ ജ്യൂസ്, ഇങ്ങനെയുള്ളൊക്കെ ക്ഷീണം വരാതിരിക്കാനൊക്കെ അമ്മയുടെ ഫുഡും കെയർ ചെയ്തു. അങ്ങനെ ഒപ്പം നിന്നു. നമ്മൾ ദൂരെ ഇരുന്നിട്ട് നമ്മുടെ അമ്മമാരോടും ഒക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തക്ക സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കെയർ നമ്മൾ കൊടുത്തിരിക്കണം. അതാവശ്യമാണ്. വരാൻ പറ്റാത്തവർക്ക് പറ്റത്തില്ല. നമ്മൾ പക്ഷേ ആ സമയത്താണ് അവർക്ക് കെയർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ തിമിരമൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ, പ്രായമുള്ളവർക്ക് തിമിരമൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ അവരെ സ്വയം അങ്ങ് മാറ്റി വെക്കും, പിന്നെ മതി എന്ന്. പക്ഷേ നമ്മളത് സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം. അത് വൈകിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വരാതെ കണ്ണാണ്. പക്ഷെ അമ്മയ്ക്ക് അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, വളരെ മാനസിക സന്തോഷം ഞാനിന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സമയത്ത് വേണ്ട കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ, അതൊക്കെയാണ് ഈശ്വര തുല്യം. നമുക്ക് വളരെ സംതൃപ്തിയാണ്. ഓക്കെ.